രാജമൗലി ഒരുക്കിയ ബാഹുബലിയുടെ രണ്ട് ഭാഗങ്ങളുടെയും ബ്രഹ്മാണ്ഡ വിജയത്തോടെ ഇന്ത്യൻ സിനിമയിൽ ട്രെൻഡായ രീതിയാണ് ചിത്രങ്ങളുടെ സീക്വലുമായി പുറത്തിറങ്ങുക എന്നത്. കെ ജി എഫ്, സലാർ, പുഷ്പ, ദുരന്തർ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങൾ ഇതേ രീതിയിൽ ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അണിയറയിൽ ഒരുങ്ങുന്ന പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും ഇതേ രീതിയിലാണ് ഒരുക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ താരതമ്യേന ചെറിയ ഇൻഡസ്ട്രിയായ മലയാളത്തിൽ ഇത്തരം ചിത്രങ്ങൾ ചെറിയ ബഡ്ജറ്റിലെത്തി വമ്പൻ ഹിറ്റാവുന്ന കാഴ്ചയാണ് സമീപകാലത്ത് സിനിമാ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. കേവലം സീക്കുകൾ എന്നതിൽ പൊരുതി ആദ്യ വിജയത്തിൽ കിട്ടിയതിനേക്കാൾ തിളക്കമാർന്ന വിജയമാണ് രണ്ടാം ഭാഗത്തിന് കിട്ടുന്നതെന്ന പ്രത്യേകതയും ഈ ചിത്രങ്ങൾക്കുണ്ട്. നിലവിൽ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടർന്ന വാഴ 2-ഉം മോഹിനിയാട്ടവും ഈ രണ്ട് ചിത്രങ്ങൾ. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് 2024 തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു വാഴ. വലിയ ഹൈപ്പില്ലാതെ എത്തിയ ചിത്രം പ്രേക്ഷകരുടെ മൗത്ത് പബ്ലിസിറ്റിയോടെ തിയേറ്ററുകളിൽ വിജയമായി മാറുകയായിരുന്നു. എടുത്തു പറയേണ്ട താരങ്ങളില്ലാതെ റീലുകളോടെ ശ്രദ്ധേയമായ ചെറുപ്പക്കാരെ നായകനാക്കി ഇറക്കിയ ചിത്രം അതിൻ്റെ ഗുണമേന്മ കൊണ്ട് കേരളത്തിൽ തരംഗമായി മാറുകയും ചെയ്തു. ആദ്യ ഭാഗം നൽകിയ ഹൈപ്പും ഹാഷിർ മാൻ ടീമും എന്ന സോഷ്യൽ മീഡിയ താരങ്ങളുടെ നായകന്മാരാക്കുകയും ചെയ്ത ഏപ്രിൽ 2-ന് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് രണ്ടാം ഭാഗം സമാനതകളില്ലാത്ത വിജയമാണ് സ്വന്തമാക്കുന്നത്. റിലീസ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ 125 കോടി എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ചിത്രം കോടി ക്ലബ്ബിൽ കയറാൻ വലിയ താരമൂല്യത്തിൻ്റെ ആവശ്യമില്ലെന്നും നല്ല സിനിമയായാൽ മതിയെന്നും തെളിയിക്കുന്നു. അതേസമയം തിയേറ്ററിൽ ദയനീയമായി പരാജയമേറ്റു വാങ്ങിയ ചിത്രമായിരുന്നു സൈജു കുറുപ്പിനെ നായകനാക്കി കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത 2024 പുറത്തിറങ്ങിയ ഭരതനാട്യം. കാണാൻ ആളില്ലാത്തതിനാൽ പലയിടത്തും ഷോ ക്യാൻസലാക്കേണ്ടി വന്ന ചിത്രത്തിന് പക്ഷേ OTTയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് പരാജയ ചിത്രമായിരുന്നിട്ടും രണ്ടാം ഭാഗം ഒരുക്കാൻ മോഹിനിയാട്ടം കഴിഞ്ഞ ദിവസം തിയേറ്ററിലെത്തിയത്. ആദ്യ ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച പ്രതികരണമാണ് ചിത്രത്തിൽ കേരളത്തിലുടനീളമുള്ള തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. ഭരതനാട്യത്തിനൊപ്പമുണ്ടായിരുന്നവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജിൻ എന്നിവരും മോഹിനിയാട്ടത്തിലെത്തുമ്പോൾ വലിയ കയ്യടിയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. സമാനമായി ആദ്യ ഭാഗം പരാജയപ്പെട്ട് രണ്ടാം ഭാഗത്തെ പ്രേക്ഷകരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ആട് ഫ്രാഞ്ചൈസിയായും തീർച്ചയായും കൃഷ്ണദാസ് മുരളിക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. മാർച്ച് 19 ഇറങ്ങിയ ആട് 3-യും 100 കോടി ക്ലബ്ബിലെത്താൻ പ്രേക്ഷകർ തിയേറ്റർ വിട്ടത്.